അല്ല, അത് ക്വസ്റ്റ്യൻ അല്ലേ. ഈ സ്പീക്കിന്റെ ഇടയിൽ വരുന്ന പെൻ ശരിക്കും എന്താ പറയാ? നമ്മള് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പോളേട്ടന് ലമ്മ അല്ലേ? ഓ, ലമ്മയുടെ ശൈലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചവക്കുമ്പോ പെയിൻ ഉണ്ടോന്ന് അങ്ങനെ ചോദിക്കാം. മദഗ് എന്നാ പറയാ. ചോക്ക് എന്താ പറയാ? മദഗ്. കേട്ടില്ല. പറഞ്ഞാ മതി. യാ ദുക്തർ റസൂദി, ദാ പറയുന്നത് എന്താക്കുക? നാവിനെ ഒന്ന് പരത്ത, എന്നിട്ട് ലാ എന്ന ശൈലി. ഫീ അലം ലമ്മ. ബ്രഷ് ചെയ്യുമ്പോ ബ്ലീഡിംഗ് ഉണ്ടോ? തഫ്രഷ് അല്ലെ? ഫറഷ യഫ്രഷ്. തഫ്രുഷ് ആണ് പറയേണ്ടത്. തഫ്രഷ് ആണ് കേൾക്കുക. തഫ്രുഷ് അല്ലെ? ഫറഷ യഫ്രുഷ്. ലമ്മ തഫ്രുഷ്. ഓ, അതേപോലെ വേറെന്താ? യല്ലാ വേറെ വരട്ടെ. യല്ലാ എക്സാമ്പിൾ ഒക്കെ പോയ എല്ലാവരുടെയും. ഈ മെഡിസിൻ എടുക്കുമ്പോൾ ഉറക്കുണ്ടാകുമോ? അയ്യോ, അങ്ങനെ പറയാം. ഉറക്കുണ്ടാകുമോ എന്ന ശൈലി. ലമ്മ എന്താ പറയാ? യക്കുൻ നൗം എന്നാ ചോദിക്കുക. ഉറക്കുണ്ടാവുമോ? യക്കുൻ നൗം ലമ്മ തഅഖുദ് ഹാദ ദവ. യക്കുൻ നൗം ലമ്മ തഅഖുദ് ഹാദ ദവ. നിങ്ങൾക്കിപ്പോ അറബികൾ പറയുന്നത് എന്താ അവസ്ഥ? ഒട്ടുമിക്കതും അറബികൾ പറയുന്നത് ഉണ്ടോ? ചെയ്യാൻ പറ്റുന്നില്ല. അവര് സ്പീഡ് പറയുന്നൊന്നും അങ്ങനെ അവരായിട്ട് സംസാരിക്കുന്നൊന്നും അങ്ങനെ മനസ്സിലാവില്ല. അവര് നമ്മളുടെ അടുത്ത് അവര് പറയും. സ്പീഡിലേക്ക് എത്തിക്കാനാട്ടോ നമ്മൾ ട്രൈ ചെയ്യുന്ന. ഇനി നേരത്തെക്കാട്ടിലും ബെറ്റർ ആണ്, പക്ഷേ എല്ലാം ഒന്നും മനസ്സിലാവില്ല. എന്തോന്നാന്ന് വെച്ചാൽ ചില ലെറ്റേഴ്സ് ഇപ്പന്മാര് വീഴുന്നു. ഇപ്പൊ നമ്മള് മഅ എന്ന് പറയുന്നവര് വയ എന്ന് പറയും. വയാക്ക് നമ്മളിവിടെ വരുന്നുണ്ട്. അത് ആ ശൈലി വരുന്നുണ്ട്. ഫുൾ സ്ലാങ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. മഅ എന്നതിന് വയ എന്ന് പറയും. യു എക്കാരൊക്കെ വയാക്ക് എന്നാ പറയാം. വൈ എന്ന മഴ എന്നതിന് വിത്മീ എന്ന് വൈ. ആ ശൈലി നമ്മൾ വരുന്നുണ്ട്. പ്രത്യേകമായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, തമാം. വേറെ നടക്കുമ്പോൾ കിതപ്പുണ്ട്. കിതപ്പിന് പറയുന്നത് എന്തായിരുന്നു? ലീഖു തനഫുസ് എന്നാ പറയാറ്. ഒന്ന് ലീഖ് തനഫുസ്. لما تمشي في ضيق التنفس. لما تمشي ضيق التنفس. لما تمشي في ضيق التنفس لما تمشي. ايوه، مرحبا يا اخت بريا واخت فاطمه شافي ومين شيخان نوجا دكتور الخدي وكلكم.
നഅം. യല്ലാ 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 സുറഅ. കിടന്നിട്ട് എണീക്കുമ്പോൾ തലകറക്കം കൂടുന്നുണ്ടോ? അവിടെ നമ്മൾ എണീക്കുമ്പോ എന്ന് മാത്രം പറഞ്ഞാ പോരെ അല്ലേ? ഓക്കെ, ആ മതി മതി. എന്താ പറയാ? എണീക്കുമ്പോൾ. ലമ്മ തഖൂം എന്ന് പറയും. ലമ്മ ലമ്മ തഖൂം. ഫീ യസീദുൽ അലം. യസീദുൽ അലം ഫീ ഇല്ലാതെയും പറയാം. യസീദുൽ അലം ലമ്മ തഖൂം മിന സരീർ. അല്ലേ? ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ ശരി. ഓക്കെ. ചോദിച്ചേ ആ ദുഹ. സ്പെക്സ് ഇല്ലാതെ നോക്കുമ്പോ പെയിൻ ഉണ്ടോ ഒന്നും ചോദിക്കാം. ഈ അലം ഈ അലം ലമ്മ തശൂഫ് ബിദൂൻ ലമ്മ തശൂഫ് ബിദൂൻ നളാറ. അവിടെ നമ്മൾ ഫി സഊബ എന്ന് ചോദിക്കൂട്ടോ. സഊബ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫിക്കൽറ്റിക്കെല്ലാം പ്രയാസം ഉണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, അതിനെല്ലാം പറയൽ എന്താ? സഊബ. ഫി സഊബ ലമ്മ തശൂഫ് എന്ന് ചോദിക്കും. ഫി അയ്യു സഊബ ലമ്മ തംഷി. നീ നടക്കുമ്പോ എന്തെങ്കിലും ഡിഫിക്കൽറ്റി ചോദിക്കാം. എന്താ? തഹുസ്സു തഹുസ്സു അയ്യു സഊബ. തഹുസ്സു എന്ന് പറയുന്നത് എന്താ? ഫീൽ എന്നാണ്. ഫീലിങ്സ് അല്ലേ? തഹുസ്സു അയ്യു സഊബ. താങ്കൾക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ ലമ്മ തംഷി നടക്കുമ്പോ? തഹുസ്സു സഊബ. തഹുസ്സു അയ്യു സഊബ. സഊബ എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ? ലമ്മ തശൂഫ് നളാറ. അല്ല, ലമ്മ തശൂഫ് ഷാഷ. സ്ക്രീനിൽ നോക്കുമ്പോ എന്തെങ്കിലും ഇതുണ്ടോ അല്ലേ? നഅം. في أي صعوبة. تمام. ലമ്മ. ഇനി എന്താ പറയാ? നമ്മൾ പറയാം മൗത്ത് ഫുൾ ഓപ്പൺ ആക്കുമ്പോ, മൗത്ത് ഫുൾ ഓപ്പൺ ചെയ്യുമ്പോ പെയിൻ ഉണ്ടോ? ഫുൾ വാ ഓപ്പൺ ചെയ്യുമ്പോ പെയിൻ ഫീൽ ഉണ്ടോ എന്ന് ചോദിക്കാം. അതേപോലെ നംനസ്, കൈ ഒരേ പൊസിഷനിൽ വെച്ചിരിക്കുമ്പോ എന്താണ്? നംനസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഹാൻഡ് ഖദർ ട്ടോ. ഖദർ. തഹുസ് ഖദർ എന്നാണ് പറയാ. ഖദർ. തഹുസ് ഖദർ ലമ്മ തഹുത്ത്. അല്ലെ? ഹത്ത യഹുത്ത്. ലമ്മ തഹുത്ത് യദക് ഫി മകാൻ വാഹിദ്. ഒരേ സ്ഥലത്ത് കൈ വെക്കുമ്പോ എന്താ പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ. പറഞ്ഞു പോവാപ്പോ അത് ശരിയാവില്ല. തഹുസ് ഖദർ. തഹുത്തു ലമ്മ തഹുത്തു യദിക് ഫി മകാൻ വാഹിദ്. തഹുത്തു യദക് മുസ്തമിറ എന്നും പറയാം. തഹുത്തു യദക് മുസ്തമിറ ഫി മകാൻ വാഹിദ്. സാറേ, ചില സെന്റൻസിലെ ലെമ്മ ഫസ്റ്റ് വരൂല്ലേ, ചിലത് ഇടയ്ക്ക് വരത്തില്ലേ? ലെമ്മ ചില സെന്റൻസുകളിൽ സ്റ്റാർട്ടിങ്ങിൽ ലെമ്മ പറയും, ചില സെന്റൻസുകളിൽ മിഡിൽ വെച്ചിട്ട് പറയത്തില്ലേ? സ്റ്റാർട്ടിങ്ങിൽ പറയുന്നതും മിഡിൽ പറയുന്നതും നമ്മൾ ഏതാണോ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് അതനുസരിച്ചിരിക്കും എന്നതാണ്. നമ്മൾ ഒരാൾക്ക് അഡ്വൈസ് ചെയ്യുമ്പോ ലെമ്മ സെക്കൻഡാ വരിക. ആദ്യം അത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആവുമ്പോ എന്നതാ പറയും. നമ്മൾ നോർമലി നമ്മളെ കുറിച്ച് പറയാണ്. ഇപ്പോ
ലമ്മ ജിഇതു ഇൻദക മാ കുൻതു മൗജൂദ്. നമ്മൾ നമ്മളെ കുറിച്ച് പറയുമ്പോൾ ലമ്മ ഫസ്റ്റ് ആണ് കൂടുതലുള്ള. എന്താ പറഞ്ഞാൽ നമ്മള് ലമ്മ ജിഇതു ഇൻദക അല്ലെങ്കിൽ ലമ്മ ജിഇതുക, ഞാൻ നിന്റെ അടുത്ത് വന്നപ്പോ മാ കുൻതു മൗജൂദ്. ഞാൻ നേരത്തെ വന്നപ്പോ നീ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ നേരത്തെ വന്നപ്പോ നീ ഇവിടെ ഇല്ലായിരുന്നു. എന്താ പറയാ? ലമ്മ ജിഇതു ഖബൽ മാ കുൻതു മൗജൂദ്. അതിന് നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ലെമ്മ ഫസ്റ്റ് കൊടുക്കുക. അല്ലാതെയുള്ള ഇനി അവിടെയും ലമ്മ എല്ലായിടത്തും അല്ല ഞാൻ പറഞ്ഞത്, കൂടുതലും ആ ലമ്മ ഫസ്റ്റ് വെച്ചിട്ടാണ് പറയാറ്. ഇനി ഇത് നമ്മൾ ഇമ്പോർട്ടന്റ് എന്താ ഉള്ളത്? ഇനി അവിടെ ഇല്ലായിരുന്നു എന്നാണ് അവളോട് ആദ്യം പറയേണ്ടതെങ്കിൽ അവിടെ മാ കുൻതു മൗജൂദ് ലമ്മ ജിഇതു ഇൻദക. അങ്ങനെയും പറയാം. ആദ്യം ഫസ്റ്റ്. തമാം. ഇപ്പൊ നമ്മൾ പറയാട്ടോ, നമ്മൾ പറയാണേ, ഞാൻ നേരത്തെ വന്നപ്പോ താങ്കൾ ഇവിടെ ഇല്ലായിരുന്നു, നീ എവിടെയായിരുന്നു? വെൻകുൻറ്റ് അല്ലെ? വെൻകുൻറ്റ എന്നത് വെൻകുൻറ്റ് മേലിനോട് കുൻതി എന്ന് തന്നെ പറയണം. അങ്ങനെ പറയാം. ലമ്മ ജിഇത്, ലമ്മ ജിഇത് ഖബൽ മാ കുൻത് മൗജൂദ ഹനാ. വെൻകുൻതി യാ അഖി, വെൻകുൻതി യാ അഖി. പറയണം. റിപ്പീറ്റ് ചെയ്ത് പറയല് മസ്റ്റാ, കേട്ടു പോകരുത്. ലമ്മ ജിഇതുക ഖബൽ മാ കുൻതു മൗജൂദ. ലേഡിയോട് മാ കുൻതി മൗജൂദ വെൻ കുൻത്. എവിടെയായിരുന്നു? അയ്വാ നഅം. ഞാൻ ഫസ്റ്റ് ഡോസ് തന്നപ്പോ അലർജി ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു അല്ലേ എന്നങ്ങനെ ചോദിക്കാം. പേഷ്യന്റിനോട് ചോദിക്കുകയാണ്, ഞാൻ ഫസ്റ്റ് ഡോസ് തന്നപ്പോ അലർജി ഇതിനേക്കാൾ ഉണ്ടായിരുന്നു അല്ലേ എന്നങ്ങനെ ചോദിക്കും. ലമ്മ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു അല്ലേ? സിയാദക്ക് പകരം വായിദും പറയൂട്ടോ. വായിദ് വാജിദ് എന്നാണോ വായിദ് എന്നാണോ? വാജിദ് എന്നാണ് പറയേണ്ടത്, പക്ഷെ പറയല് വായിദ് എന്നാണ്. നമ്മൾ എന്ത് ചെയ്യും? യുഎക്കാരാണ് വായിദിന്റെ ആളുകൾ. ഖത്തറും അതെ അതെ. സാർ ഇപ്പൊ ഇവിടെ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പൊ നമ്മൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ തിരക്കായിരുന്നു. കാൻ സഹ്മ ലമ്മ കുൻതു ഫിൽ മുസ്തശ്ഫ, അതാണ് പറയേണ്ടത് അവിടെ. ഒരുവിധം ജാന്നുള്ളിടത്തൊക്കെ ഇയാണ് ഉപയോഗിക്കുന്നത്. അന യാന്ന് അറിയുമോ? ഖത്തറിൽ ജാക്ക് പകരം അന ജായെന്നല്ല, അന യാന്ന് അറിയും. യായി തന്നെ പറയാം. ഖത്തറിലും യായി തന്നെയാണ് പറയുന്നത് ഞാൻ ചോദിക്കുന്നത്, ആണോ? ഖത്തറിലും അങ്ങനെ തന്നെ പറയാം. ഖത്തറിലൂടെ സ്ലാങ് ആയിട്ട് ജാ തന്നെ അവര് പറയാറുണ്ട്. സ്ലാങ് പറയല് ജാ തന്നെ, ജായി ജാ പറയാറുണ്ട് എന്നാണ് അവര് അവകാശപ്പെടാറുള്ളത്. അപ്പൊ ഉണ്ട് അല്ലേ? കൂടുതലും ലേഡീസ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ലേഡീസ് കൂടുതൽ. അതെ, ജാക്ക് ജീബ എന്നൊക്കെ പറഞ്ഞ ജീബാന്നറിയോ? തുടക്കത്തിലൊന്നും മനസ്സിലായില്ലേ, പിന്നെ അവിടുത്തെ കിട്ടി. പൊതുവെ GCC മൊത്തത്തിലുള്ള ഒരു മാറ്റാണ് ജാ പറയുന്ന, ജാ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. GCC മൊത്തത്തിലുള്ളതാണ്. ഒമാനിലാണ് ജാ ഗാ ആകുന്നത്. ജാ എന്നത് ഗായാവും ഒമാൻ. ഇവിടെ നമ്മുടെ മിസ്റിലും മിസ്റിൽ പിന്നെ ജാ എന്നത് ഗേ എന്നാവാം. ജാ അല്ല ഗേ. സാർ ഞാൻ
ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നപ്പോൾ എന്നുള്ളത് അക്കുൻ ഫിൽ മുസ്തഷ്ഫയാണോ അല്ലെ കുന്തു മുസ്തഷ്ഫ ഉണ്ടായിരുന്നപ്പോൾ എന്ന് ഉണ്ടായിരുന്നു എന്നതാണ്. പാസ്റ്റ് അല്ലേ? കുന്തു വരണം അല്ലെ? ആ, ഉണ്ടാകുന്നപ്പോൾ എന്നും ഉണ്ടാകുമ്പോൾ എന്നും ആണ് ഫ്യൂച്ചറും പ്രസന്റും ആവുക. ഉണ്ടായിരുന്നപ്പോൾ എന്ന് പറയുമ്പോ വാസ് പാസ്റ്റിലേക്ക് മാറും. അവിടെ എന്താണ്? ലമ്മ കുൻതു എന്നാ പറയാ. ലമ്മ കുൻത്. ഉണ്ടാകുമ്പോൾ എന്നാണെങ്കിൽ ലമ്മ അക്കൂൻ എന്നാവും. തമാം. അപ്പൊ ലമ്മത്തൽത്തനി കുന്തു നായിം അതല്ലേ ശരി വരിക? കുൻതുനായും അവിടെ നമ്മൾ കാന വെച്ചിട്ട് പറയുമ്പോഴൊക്കെ നമ്മളിലേക്ക് പറയുമ്പോ പ്രസന്റ് കണ്ടിന്യൂസ് ശൈലിയാ വരാ. കൂടുതലെന്നല്ല, ഒട്ടുമിക്കത് അതാണ് പറയാം. ലമ്മത്തൽത്തനി, നീ എന്നെ വിളിച്ചപ്പോ കുൻതു മശ്ഗൂൽ ജിദ്ദൻ, കുൻതു മശ്ഗൂൽ വായിദ്. I was very busy. لما جئت أمس وين كنت؟ ഇന്നലെ വന്നപ്പോൾ جئت أمس, ഞാൻ ഇന്നലെ വന്നപ്പോ وين كنت? Where were you? എവിടെയായിരുന്നു? ഇപ്പൊ ഞാൻ ഇന്നലെ ഫാർമസിയിൽ വന്നപ്പോൾ നിന്നെ കണ്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം ഫാർമസിയിൽ വന്നതിന് ഇമ്പോർട്ടന്റ് കൊടുക്കണോ അല്ലെ നിന്നെ കണ്ടില്ല എന്നുള്ളതിന് ഇമ്പോർട്ടന്റ് കൊടുക്കൂ? അത് അവിടുത്തെ സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്നത്. ഏതാണ് ആളോട് പറയുന്നതിന് സിറ്റുവേഷൻസ് അനുസരിച്ചാണ് വരിക. ശരിക്കും ലമ്മയുടെ റൂൾസ് അനുസരിച്ച് സെക്കൻഡ് പാർട്ടാണ് ലമ്മ വരേണ്ടത് എന്നാണ്. പക്ഷെ ഈ സ്പോക്കണിൽ അത് രണ്ടിടത്തും പലപ്പോഴും എന്താന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് പ്രാധാന്യം കൊടുത്തിട്ട് അവിടെ അത് വരും. പക്ഷെ ഏറ്റവും നല്ല പ്രയോഗം എന്താണ്? മാ കുൻത് മൗജൂദ് ലമ്മ, സോറി, ലമ്മ ഫസ്റ്റിലാ വരേണ്ടതാണ് റൂള്. ലമ്മ ഫസ്റ്റിലാണ്. ലൗ, ഇദാ, ലമ്മ ഒക്കെ ഫസ്റ്റിലാ വരേണ്ടതെന്നാണ് റൂൾ. അഥവാ ഇവിടെ എങ്ങനെ പറയും? ലമ്മ ജിഅ്തു ഇൻദക കുൻത് മശ്ഗൂൽ. ഇങ്ങനെ പറഞ്ഞു ലമ്മ സൈദിലെത്തു കനമ്മ ഷുഫ്ത കംസ് എന്ന് പറഞ്ഞാൽ മതിയോ? മീനിങ് എന്താ ഉദ്ദേശിച്ചേ? ഞാൻ ഇന്നലെ നിന്റെ ഫാർമസിയിൽ വന്നപ്പോൾ നിന്നെ കണ്ടില്ല. ലമ്മ ലമ്മ ജിഅ്തു ഫീ സൈദലിയതക് മാ ശുഫ്തക് മാ ശുഫ്തക് മാ ശുഫ്തക്. പിന്നെ മൂന്നാമത്തെ ഡ്രസ്സിങ് ചെയ്യാൻ നോക്കിയപ്പോൾ ഓയിൽമെന്റ് കഴിഞ്ഞിരുന്നു. അപ്പൊ അത് നമ്മള് ഡ്രസ്സിങ് ചെയ്യാൻ ഓയിൽമെന്റ് കഴിഞ്ഞിരുന്നുള്ളതിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇമ്പോർട്ടൻസ് കൊടുത്താൽ എന്താവും? ഖലാസ് മർഹം ലമ്മ ലമാദ് എന്ന് പറഞ്ഞാൽ للضماد اشوف للضماد അല്ലെങ്കിൽ لما لما اسوي للضماد لما اشوف نعم. പിന്നെ അവൾ റെഡ് ഡ്രസ് ധരിക്കുമ്പോൾ കാണാൻ സുന്ദരിയാണ്. അപ്പൊ ആദ്യം അവൾ കാണാൻ സുന്ദരിയാണ്. ഫസ്റ്റ് സുന്ദരി എന്നുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണോ ഡ്രസ്സിന് വേണ്ടേ? അവൾ ഡ്രസ്സ് ധരിക്കുമ്പോ സുന്ദരിയാണെന്നല്ലേ പറയാ. അപ്പോഴല്ലേ അത് ശരിയാവാം. സുന്ദരിയാണെന്ന് ആദ്യം പറയില്ലല്ലോ അവിടെ. لما هي لما تلبس ملابس جديدة تكون جميلة. لا هي ആയതുകൊണ്ട് تكون ആവും. تكون جميلة. വിയർ എന്നുള്ളതിന് എന്താണ്? يلبس لبس يلبس. هي تلبس. നിങ്ങൾ തന്നെ എക്സാമ്പിൾസ് പറയണം. അപ്പോഴാണ് അതിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവുക കേട്ടോ. റൗണ്ട്സിന് പോയപ്പോൾ പേഷ്യന്റ് എക്സ്റേക്ക് പോയിരിക്കുകയായിരുന്നു. റൗണ്ട്സിന് പോയപ്പോൾ പേഷ്യന്റ് എക്സ്റേക്ക് പോയിരിക്കുകയായിരുന്നു. ലമ്മ ജി റുഫ്തു പോയപ്പോഴെന്നല്ലേ റൗണ്ട്സിന് ലമ്മ നറൂഹ് എന്ന് പറയാം. ഞങ്ങൾ പോയപ്പോ എന്നല്ലേ പറയാം പൊതുവെ. ലമ്മ നറൂഹ് ലിജുലാത്ത് كان راح مريض അല്ലെങ്കിൽ مريض كان راح لأشعة.
ഇരിക്കായിരുന്നു എന്ന് പറയാം. ലി അഷ്യ. ലിയശ്യാ. ശരി. ഞങ്ങൾ സൂമിൽ ഇരിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത്. എങ്ങനെ പറയാ? ലാ തസ്അജ്. അല്ലേ? ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ആദ്യം അവിടെ ഇമ്പോർട്ടൻസ് വരും. ലാ ലാ തസ്അജ്. സഅജ യസ്അജ്. സഅജ ഡിസ്റ്റർബ് ചെയ്തു, യസ്അജ് ചെയ്യുന്നു, ചെയ്യും. ലാ തസ്അജ്. لا تزعج لما نجلس في الزوم. ലമ്മ نجلس في الزوم. നജ്ലിസ് ഫിസൂം. 8 മണിയാകുമ്പോൾ മോൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരും. അവിടെ ആകുമ്പോൾ എന്ന് പറയോ? അറ്റുന്നല്ല വരിക. അറ്റ് ഫോർ എന്ന ശൈലി അവിടെ പൊതുവെ പറയാറുള്ളത്. ഈജ് വലത് يجي الولد للفطور ما آه. يكون لما يكون ساعة 8. 8. അവിടെ പൊതുവെ ഫി സാഅ 8 സബാഹൻ എന്നാ പറയാ. അറ്റ് എന്ന ശൈലിയാ പൊതുവെ പറയാറ്. ടൈം പറയുമ്പോ ലമ്മ ഇല്ലെന്ന് തോന്നുന്നു. നഅം. ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യരുത്. لا تستعمل ജവാൽ ലമ്മ തസൂഖു السيارة. അല്ലേ? നീ ഡ്രൈവ് ചെയ്യുമ്പോൾ ലമ്മ തസൂഖ് എന്നാവും. കൽപ്പനാ പ്രയോഗങ്ങളില്ലേ, നമ്മുടെ കമാൻഡ്, അത് ഇനി നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് ആദ്യം വരും, എന്നിട്ട് ലമ്മ വരാറുള്ളൂ. ഞങ്ങൾ പോയപ്പോൾ കുട്ടി ഉറങ്ങുകയായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ നംഷി അല്ലെങ്കിൽ ലമ്മ നറൂഹ് ഒക്കെ പറയാം. ലമ്മ നറൂഹ്. كان ولد نايم അല്ലെങ്കിൽ വലത് കാൻ നായിം. طفل എന്ന് പറയാട്ടോ. طفل ബസൂറ പറയും. ഷിൽഡ്. നായിം. ഓക്കെ. താങ്കൾ വരുമ്പോൾ എന്താ? താങ്കൾ വരുമ്പോൾ വിളിക്കണം. അല്ല, നെക്സ്റ്റ് ടൈം വരുമ്പോ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവരണം. എവിടെയും കമാൻഡ് ആയതുകൊണ്ട് ആദ്യം അത് പറയും. ലമ്മ തീജി താനി ആദ്യം കമാൻഡ് പറയും. ലാസിം തജീബ് വസ്ഫ. لما تيجي مرة ثانية. لازم تجيب وصفة لما تيجي مرة ثانية. ഈ പ്രയോഗത്തിലേക്ക് നമുക്ക് എന്ത് വരാം? റിപ്പോർട്ട് കൊണ്ടുവരണം, ബ്ലഡ് റിസൾട്ട് കൊണ്ടുവരണം, എല്ലാം പറയാം ഈ ശൈലി. അവിടെ തജീബ് എന്ന് തജീബ് രണ്ട് ജായും കൂടെ ഒന്നായതുകൊണ്ട് തായും ജായന്റെ ഒക്കെ ശൈലി ഒരേപോലെ ആയതുകൊണ്ട് ജീബ് എന്ന് മാത്രമാണ് പലപ്പോഴും കേൾക്കുക. ലാസിം ജീബ്. ലമ്മ തീജി മറത്താനി. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? നമ്മൾ വേർബ് കണക്ട് ചെയ്തിട്ട് പറയാൻ ആയിട്ടുള്ളൂ. ഇത് ക്ലിയർ ആണ്, പക്ഷെ നമ്മൾ ഡീപ്പായിട്ട് പോകുമ്പോഴാണ് ഡൗട്ട് വരുന്നത്. അല്ലെങ്കിൽ പ്രശ്നം. ഡീപ്പായിട്ട് പോകണം, അതന്നെ വേണ്ടത് അല്ലേ? അങ്ങനെ ഡീപ്പായിട്ട് കുറെ അങ്ങ് പോകുമ്പോഴ് ഡൗട്ട് കൂടുതൽ വരും. സ്വാഭാവികമാണ്. പക്ഷെ ആ ഡൗട്ട് നമ്മളിപ്പോ ക്ലിയർ ആയോ ലമ്മയുടെ വിഷയത്തില്? അതായത് കമാൻഡ് പറയുമ്പോ ലമ്മ സെക്കൻഡും മറ്റുള്ളതിലൊക്കെ ലമ്മ ഫസ്റ്റും വരാം. കമാൻഡിലൊക്കെ സെക്കൻഡാ വരാം. പോകരുത്, അത് ചെയ്യരുത്, കഴിക്കുമ്പോ അങ്ങനെ ചെയ്യരുത്, നോക്കാം ആദ്യം ചെയ്യരുത് എന്ന് പറയും, എന്നിട്ട് കഴിക്കുമ്പോ എന്ന് പറയാം. പറഞ്ഞതിന് ശേഷം അല്ലേ? നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമാൻഡ് ശൈലിയിലേക്ക് വരുമ്പോ ഫസ്റ്റ് പറയും.
ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ സർ. കമന്റ് ആയാലും നെഗറ്റീവ് ആയാലും ലെമ്മ ഫസ്റ്റ് ആണോ? അല്ല, ലെമ്മ സെക്കൻഡ്. ആ കമാൻഡ് ആദ്യം പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ പേഷ്യന്റ് വരുമ്പോ എന്നെ വിളിക്കണം, അവിടെ കമാൻഡാണ്. ഇത്തസൽനി ലമ്മ ഇജി മരീദ് എന്നാ പറയാം. ഇത്തസൽനി ലമ്മ ഇജി മരീദ്. പേഷ്യന്റ് വരുമ്പോ എന്നെ വിളിക്കണം. അപ്പൊ നമ്മുടെ ഫാത്തിമ പറയാണ് എന്ത്, മാമ ഉണരുമ്പോ ഞാൻ പോകും, മാമ ഉണരുമ്പോ ഞാൻ പോകും. പാവം, ആ മാമക്കനുസരിച്ച് ഇങ്ങനെ പോവാ. ഒരു മാമ ഉണ്ടാവും. മാമ ഉണരുമ്പോ ഞാൻ പോകും, അങ്ങനെ പറയും. ലമ്മ തുസഹിമാമ അന ബറൂഹ്, അതാണ് അവിടെ പറയാ. നോർമലി ശൈലിയാണ്. ലമ്മ തുസഹിമാമ അന ബറൂഹ്, മാമ ഉണരുമ്പോ ഞാൻ പോകും. എന്നാൽ ഇവിടെ കമാൻഡ് പറയുകയാണെങ്കിൽ ഇനി എന്താണ്, ഡ്രൈവ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യരുത്. അവിടെ ആദ്യം യൂസ് ചെയ്യരുത് എന്നാ പറയാ. ലാ തസ്തഖ്ദിം ജവാൽ ലമ്മ തസൂഖു തയ്യാർ. അവിടെ ലെമ്മ സെന്ററിലാണ് വരുന്നത് അല്ലേ? അതെ. കമാൻഡ് പറയുമ്പോ അത് ഇമ്പോർട്ടൻസ് ആയിരിക്കുമല്ലോ പൊതുവെ. വെരി ഇമ്പോർട്ടൻസ് ഉണ്ടാവുക കമാൻഡ് അല്ലേ? സഹലല്ല. സാർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞങ്ങൾ റൗണ്ട്സിന് പോയപ്പോൾ പേഷ്യന്റ് എക്സ്റേ എടുക്കാൻ പോയിരിക്കുന്നു എന്നുള്ളത്. അത് അപ്പൊ അത് നമ്മൾ പോയിരുന്നു നറൂഹ് എന്നാണ് പറയുന്നത്, റൂഹ്ന എന്നാ പറയണോ? റൊഹ്ന എന്ന് പറയുമ്പോ പോയപ്പോൾ എന്നാ പറഞ്ഞേ, പോകുമ്പോൾ എന്നല്ല. പോയപ്പോൾ റൊഹ്ന തന്നെയാണ്. മാലിഷ് മാറിയതാ പറഞ്ഞു. ശുക്രാൻ. പോയപ്പോൾ എന്നാണ് ഈ റൊഹ്ന എന്ന് തന്നെ പറയണ്ട കേട്ടോ. റോഹായത് ഇവരെല്ലാവരും സമ്മതിച്ചല്ലോ. എന്നിട്ട് എല്ലാരും ഒരേപോലെയാ. ലമ്മ റൊഹ്ന ലി ജൂല മരീദ് കാൻ റാഹ് ലി അഷ്യ. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ പേഷ്യന്റ് കൂടുതലായിരിക്കും. ലമ്മ അക്കൂൻ ഹീന എന്നാട്ടോ ഇവിടെ ഉള്ളപ്പോൾ എന്ന് പറയുന്നത്. ലമ്മ അക്കൂൻ ഹീന يكون مريض زيادة. ബ്ലീഡിങ് കൂടുതലാവുമ്പോ ഈ മെഡിസിൻ കഴിക്കണം. അവിടെ കമാൻഡ് ആണ്. എന്ത് പറയപ്പോ, ലാസിം തഖുദ് ഹാദ ദവാ ലമ്മാ നസീഫ് സിയാദ. ലമ്മാ യകൂൻ നസീഫ് സിയാദ ട്ടോ, ആവുമ്പോൾ. ലമ്മാ നസീഫ് സിയാദ. സാറേ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? സാർ, മുമ്പത്തൊന്ന് പറഞ്ഞല്ലോ, അതായത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പേഷ്യന്റ് കൂടുതലായിരുന്നു എന്നുള്ളത്. അത് ഓൾറെഡി ഇരുന്നപ്പോൾ അപ്പൊ ലമ്മ കുന്തഹീന എന്നാണോ പറയാതെ അക്കുന്നാണോ പറയാ? ഉണ്ടാവുമ്പോഴെന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോ പേഷ്യന്റ് കൂടുതലായിരിക്കും എന്നത്. ഉണ്ടായപ്പോഴെന്നല്ല, ഉണ്ടാകുമ്പോൾ. ഉള്ളപ്പോൾ. ഉണ്ടാകുമ്പോ പേഷ്യന്റ് കൂടുതലായിരിക്കും. ഉണ്ടാകുമ്പോഴെന്ന് പറയുമ്പോൾ പാസ്റ്റ് വരത്തില്ല, ഉണ്ടായിരുന്നപ്പോഴുള്ള പാസ്റ്റ് വരും. ഉണ്ടായിരുന്നപ്പോഴെന്നാകുമ്പോ പാസ്റ്റ് ആയി. ലമ്മ വെച്ചിട്ട് ഇതേപോലെ ലമ്മ പോലെ തന്നെ മറ്റൊന്നാണ്. അവൻ മാത്രല്ല ഇതും, ഞാൻ മാത്രല്ല അവനും.
പെയിന് മാത്രല്ല സ്വെല്ലിങ്ങും എന്നൊക്കെ പറയൽ എങ്ങനാ? എങ്ങനെ പറയാ? അത് മാത്രല്ല ഇതും. ഇവന് ഫീവർ മാത്രല്ല ഉള്ളത്, ഹെഡ് ഏക്ക് ഉണ്ട്. ആ പറയോ കാല മാ ഇൻദു ഹറാറ ബസ് ഫീ സുക്കാം കമാൻ. കമാന് എന്നാവും. ഓൾസോ. also ma into harara bus ബസ് സുക്കാം കമാൻ. ഫീ zukam സുക്കാം. kaman ma into harara bus പനി മാത്രമല്ല തലവേദനയും ഉണ്ട് എന്നതായി. യെസ്. ma into harara bus fi ما عنده zukam حرارة بس وسوداء സുക്കാം കമാൻ. ഫീ സുക്കാം കമാൻ. ഫീ സുക്കാം കമാൻ എന്ന് പറഞ്ഞാൽ ഓൾസോ അല്ലേ? ദുഃഖം എന്നാണ് പറഞ്ഞത്. സുധാ എന്നുള്ള മീനിങ് ഉണ്ട്. സുക്കാം കേട്ടോ. അതേപോലെ അവൻ മാത്രല്ല ഞാനും ഉണ്ട്. മുഹുവ ബസ് അന കമാൻ. മുഹുവ ബസ് അന കമാൻ. അവൻ മാത്രം. huwa bus ana kaman هو بس أنا كمان ma huwa bus ana kaman أنا كمان മുഹുവ ബസ് അന കമാൻ. പിന്നെ അവന് മാത്രമല്ല എനിക്കുമുണ്ട് പറയുന്നു മു ഇന്ദു ബസ് indi kaman بس عندي كمان مو عندك بس هذا عندي كمان. ഇത് എനിക്ക് മാത്രമല്ല എന്നാണ്. مو عندك بس mo indak bus indi kaman مو عندك بس انا عندي كمان. أنا عندي كمان مو عندك بس أنا عندي كمان مو عندك بس أنا عندي. ايوه نعم. يلا അതേപോലെ എല്ലാം പറയാം നമുക്ക്. അങ്ങനെ പറയാം. എനിക്ക് ഇവിടെ മാത്രല്ല അവിടെ ഉണ്ടോ പിടിപാട്. എങ്ങനെ പറയും? പിടിപാട് വാസ്ത 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 ma indi hinna لا ما عندي واسطة هنا بس عندي واسطة هنا بس عندي واسطة عندي هناك كمان അല്ലെങ്കിൽ عندي كمان അവിടെ ഉണ്ട്. വാസ്ത എന്ന് പറയുമ്പോൾ എന്താ മീനിങ് പറയാം? റെക്കമെൻഡേഷൻ, പിടിപാട് അങ്ങനെയൊക്കെ പറയും. പിടിപാട് പറഞ്ഞാല് എന്താണ് പറയാ? ഹോൾഡ് ഹോൾഡ്. യെസ്. വാസ്ത. ഇവിടെ ഒത്തിരി യൂസ് ചെയ്യുന്ന വേടാ വാസ്ത. വാസ്ത. എന്തൊക്കെ വാസ്ത എന്ന് ചോദിക്കും. എന്തെങ്കിലും ഹോൾഡ് ഉണ്ടോ? പോയല്ലോ. വാസ്ത. പക്ഷെ ദുബൈയിലൊന്നും അത് യൂസ് ചെയ്യുന്നില്ല വാസ്ത. ഞാൻ ഇങ്ങനെ പോയപ്പോ ചോദിച്ചോ അവിടെ അധികം യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ വാസ്ത. വേറെ വേടുണ്ടോ അപ്പം? അല്ല, വാസ്ത തന്നെയാണല്ലോ അവിടെ യൂസ് ചെയ്തേ. എന്നോട് തന്നെ നേരിട്ട് അവിടുന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാസ്ത. യുഎഇയിൽ കേട്ടിട്ടുണ്ട് വാസ്ത. വാസ്ത ഉണ്ട്. വാസ്ത തന്നെ എല്ലായിടത്തും പറയാം. അതിന് ഹോൾഡ് ഉണ്ടോ? നല്ല രസമുള്ള ശൈലി കേട്ടോ അത്. നല്ല രസമുള്ള ശൈലി അത്. നമുക്ക് പലപ്പോഴും അറിയില്ല. അപ്പൊ മക്കളോടൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ പോകുമ്പോഴേ അവൻ പറയും, മക്കളോട് ദേഷ്യപ്പെടും. ആര് ഫാദേഴ്സ് വന്നിട്ട് ആകെ പ്രശ്നമാക്കുമ്പോ പറയും, യാ ബൂയ മുഅന ബസ് ഹുവ കമാൻ. ഞാൻ മാത്രല്ലായിരുന്നു, അവനുണ്ടായിരുന്നു. യാ ബൂയ മുഅന ബസ് ഹുവ കമാൻ. നേരെ നല്ല ശൈലിയാ അത്. അത് യൂസ് ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ നമുക്ക് വേണ്ടി വരുന്നതാ. انت مو تعرف عربي بس وانا اعرف كمان. എനിക്കും അറിയാം അറബി. انت بس مو تعرف انت بس تعرف عربي. لا
أنا أعرف كمان അങ്ങനെയും പറയും. أنت بس تعرف عربي لا أنا أعرف كمان അങ്ങനെയും ആ ഒരു ശൈലി പറയാറുണ്ട്. എനിക്ക് മാത്രമൊന്നല്ല എനിക്കും അറിയാം. أنت بس تعرف يعني لا أنا أعرف كمان എനിക്കും അറിയാം. ഇത് വളരെ പ്രധാനമാണ്. നമുക്ക് പലയിടത്തും യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇത് എന്താ ചെയ്യാന്ന് അറിയാത്ത ഒരു പ്രയോഗ ശൈലിയാണ് പൊതുവെ. ഓക്കെ, അടുത്തത് നിന്റെ കയ്യിൽ മാത്രമല്ല എന്റെ കയ്യിലും ഉണ്ട് എന്ന് പറയുമ്പോ അയ്വാ عندك بس انا عندي كمان എന്ന് തന്നെ പറയാം. ഇനി مو في يدك بس انا عندي. മെഡിസിൻ മാത്രം കഴിച്ചാൽ പോരാ, എക്സസൈസും വേണം. അയ്വാ അങ്ങനെ പറയും. دواء بس لازم എന്താ പറയാ? ما تاخذ الدواء بس ما تاخذ دواء بس ما تاخذ دواء بس لازم تسوي لازم رياضة كمان. لازم رياضة كمان. لازم تمام. رياضة. നിനക്ക് മാത്രമല്ല പഠിപ്പുള്ളത് എനിക്കും ഉണ്ട് എന്ന് പറയുമ്പോ മനസ്സുള്ളതോ? എന്താ പറഞ്ഞേ? ചിലവ് പറയല്ലേ നിനക്ക് മാത്രമല്ല പഠിപ്പുള്ളത് എനിക്കും ഉണ്ടെന്ന് പറയില്ലേ, പഠിത്തമുള്ളത്, എഡ്യൂക്കേഷൻ. അതെ അതെ അതെ. അവിടെ പൊതുവെ അവര് യൂസ് ചെയ്യ പഠിത്തത്തിനും കാര്യങ്ങൾക്കും ബുദ്ധിക്കൊക്കെ ആക്കില് എന്നാ പറയാ. ആക്കില് അക്കല് എന്ന് പറയുന്ന ബുദ്ധി. അവിടെ നമ്മള് انت مو عاقل بس يعني انت عاقل بس انا عاقلة كمان. انت عاقل بس നീയാണോ ബുദ്ധിയുള്ള ആള്? انا عاقلة كمان. അവിടെ ലേഡി ആട്ടോ ആക്കില എന്ന് പറയാം. മേലാണെങ്കിൽ ആക്കിൽ എന്ന് തന്നെ പറയണം. ആക്കിൽ. ലേഡിയോട് ആക്കില എന്ന് തന്നെ പറയാം. അന എന്നതും ആക്കില. انت غني انا غني كمان. لا انت غني بس. غني എന്ന് പറഞ്ഞാൽ എന്താ? റിച്ച്. റിച്ച് എന്നാണ്. انت غني بس لا انا غني كمان അല്ലെങ്കിൽ لا انا كمان. നീ മാത്രമൊന്നല്ല. അത് അപ്പൊ ആ ഒരു ശൈലിക്ക് ഇങ്ങനെ വരാം. എന്നാൽ ഇവിടെ നമ്മൾ പേഷ്യന്റ് പറയുമ്പോ അതാ പറയാ. സ്വെല്ലിങ് മാത്രമല്ല അവിടെ പെയിനും ഉണ്ട് എന്ന് പറയും. സ്വെല്ലിങ് മാത്രമല്ല പെയിനും ഉണ്ട്. അങ്ങനെ പറയാ. മൂ വറംബസ് അലം ശദീദ് കമാന് എന്ന യൂസ് ചെയ്യും. അവിടെ ബർദ് യൂസ് ചെയ്യാറില്ല പൊതുവെ കേട്ടോ. മൂ യാ ഡോക്ടർ മൂ വറംബസ് അലം ശദീദ് കമാൻ. ഭയങ്കര പെയിനും ഉണ്ട്. അലം ശദീദ് കമാൻ. വിവരത്തിന് എന്താ പറയാ? നിനക്ക് മാത്രമല്ല വിവരമുള്ളത്. വിവരം എന്ന് മഅലൂം എന്നാ പറയാ. മഅലൂമാത്ത്. مو عندك معلومات مو عندك بس معلومات لا أنا عندي كمان എനിക്കും ഉണ്ട്. طيب مو عندك سيارة عندك سيارة بس لا ما عندي كمان. ما عندك سيارة بس مو أنا ചോദിക്കുക പൊതുവെ. مو عندك سيارة بس ما أنا عندي كمان. ഇവിടെ മാ അല്ല മൂവാ കൂടുതൽ യൂസ് ചെയ്യുന്നല്ലേ? മൂ ശൈലി അത് ക്വസ്റ്റ്യൻ ആക്കി ഇട്ട് കൊടുക്കാണ്. ഒരു ആശ്ചര്യത്തോടു കൂടി പറയുന്ന ഒരു ശൈലിയും കൂടിയാണ്. അതിലിങ്ങനെ نعم. اليوم خاص للغة العربية. اليوم يوم لغة العربية عالمي. اليوم يوم لغة العربية عالمي. ഇന്ന് വേൾഡ് അറബിക് ഡേ ആണ്. സ്പെഷ്യൽ خاص سبيشل. ايوه نعم. عندنا برنامج كثيرة اليوم في المعهد. معهد أكاديمي. معهد عربيك يوني. عربيك يوني أكاديمي. في برنامج كثير. നമ്മളിങ്ങനെ നോട്ട് ചെയ്യാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ കുറെ ചേഞ്ചസ് ഉണ്ടോ? ആർക്കെങ്കിലും നോട്ട് ചെയ്ത് പഠിക്കുന്നേക്കാൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ?
അതോ നോട്ട് എല്ലാം നല്ലതെന്ന് തോന്നുന്നു. നമ്മൾ പറയും, പെട്ടെന്ന് ശ്രമിക്കാൻ നോക്കും പറയാനായിട്ട്. അതെ അതെ അതെ. മറ്റേ നമ്മൾ എഴുതാനുള്ള ഒരു ഇതാ കാണിക്കുന്നത്. ഇതാണ് നോക്കുക. ആ. പക്ഷെ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് പറയാൻ മാത്രം ശ്രമിക്കും. പക്ഷെ അത് എഴുതാതെ പറയുന്നതാ നല്ലതെന്ന് തോന്നുന്നു. نعم. والثانية شو يعني؟ നേഴ്സ് മാത്രല്ല പേഷ്യന്റും ഉണ്ട് എന്റെ കൂടെ എന്ന് എങ്ങനെ പറയും? മരീദ് ബസ് مريض بس معي. معي مو مريض بس. ممرضة كمان. نعم. مو ممرضة بس مريض كمان. ايوه مو مريضة بس معي مريض كمان. تمام. ايوه ഈ മെഡിസിൻ മാത്രമല്ല വേറെയും മെഡിസിൻസ് ഉണ്ട്. مو هذا مو هذا الدواء بس في دواء. هذا دواء مرة ثانية. في دواء ثاني. في دواء ثاني كمان. كمان വെക്കണം ട്ടോ. അപ്പോഴേ ഓൾസോ مو هذا الدواء بس في دواء ثاني كمان. കാമിലും കമാനും ഒന്നാണോ? ഏയ് കാമിൽ എന്ന് ഫുൾ ആണ്, കമാന് ഓൾസോ എന്നാണ്. സെന്ററിൽ വരുന്നത് ബർദു എന്നും സെക്കൻഡ് വരുന്ന ഓൾസോ എന്നതിന് കമാനു എന്നുമാണ്. ബർദു കമാനു വരെ മീനിങ് ആണ്. പക്ഷെ ഇവിടെ പറയുന്നത് സെന്ററിൽ ബർദു എന്ന് പറയും, ലാസ്റ്റിൽ കമാനു എന്നും പറയും. അങ്ങനെ തന്നെ അത് പറയാറുള്ളത് കേട്ടോ. സെന്ററിൽ ബർദു. ايوه نعم. Do you have headache also എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കാമോ? عندك صداع. عندك صداع كمان അല്ലെങ്കിൽ عندك صداع برضو. ലാസ്റ്റിൽ ഓൾസോ വരുമ്പോഴൊക്കെ കമാൻ എന്നാ വരിക. صداع كمان. ഓക്കെ ഇൻഷാ അല്ലാഹ് തമാം. അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ശൈലിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കുറച്ച് ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് പറയാനും ഞാൻ ഒരാളെ ഏൽപ്പിക്കും. ഓക്കെ, ആള് തന്നെ അത് നിങ്ങളെ മാനേജ് ചെയ്തോളും. എന്നിട്ട് അത് പറയണം കേട്ടോ. ഞാൻ ആൻസർ ആൾക്ക് പറഞ്ഞു കൊടുക്കും. ആളെന്തായിക്കോളും, എന്നെയാണ് ഏൽപ്പിച്ചെന്ന് ആളെന്നെ പ്രഖ്യാപിച്ചോളും. ആരെയും നോക്കട്ടെ. എല്ലാവർക്കും വരും കേട്ടോ ഈ അവസരം. എല്ലാവരിലേക്കും വരും. എല്ലാവരും ഏറ്റെടുക്കേണ്ടി വരും അന്നത്തെ ദിവസം ഇൻഷാ അല്ലാഹ്. അപ്പൊ പിന്നെ നമ്മൾ ഓരോ ഇതിലും പെർഫെക്റ്റ് ആവും എല്ലാവരും. ഓക്കെ തമാം ഇൻഷാ അല്ലാഹ്. നമുക്ക് ഹാജറിടുന്ന ഉഖ്തുഷാനി നാട്ടിൽ ലീവ് എന്ന് പറഞ്ഞു. ഓക്കെ اوكي تمام. شاكرين ومقدرين يا جماعة، وقتنا خلاص الحين. يعني قلنا موضوعين اليوم، واحد لما وواحد أنا. مو أنا بس وإنت كمان. صح؟ Not you only, I'm also. Not you only, I'm also. هذا اثنين الموضوع أهم في لغتنا والكلامنا. لازم حاولوا للتدريب وحاولوا لكلام اللغة العربية مثل العرب. إن شاء الله نكن نتكلم باللغة العربية مثلهم بإذن الله. وهذا جلستنا جيدة، وأنا أكون معكم بالممتع إن شاء الله. فهمتم ولا ما فهمتم؟ ما أدري. فهمتم؟ فهمتم. أيوة تفهمون أنتم، عشان هذا تعرفون اللغة كله صح. تمام إن شاء الله. مشكور جدا يا جماعة، شاكرين ومقدرين. مع السلامة. مع السلامة. في أمان الله. عفوا كثير. إلى اللقاء.